പ്രവാസലോകത്തെ വാർത്തകൾ. ബഹ്റിൻ ഗോൾഡൻ വിസ നിക്ഷേപ പരിധി കുറച്ചു. കൂടുതൽ വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ബഹ്റിൻ ഗോൾഡൻ റെസിഡൻസി വിസയ്ക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം 2 ലക്ഷം ബഹ്റിൻ ദിനാറിൽ നിന്ന് 1,30,000 ബഹ്റിൻ ദിനാറായി കുറച്ചു. വിദേശ നിക്ഷേപകർക്ക് വിസ കൂടുതൽ ആക്സസ് ചെയ്യുന്നതിനാണ് പരിധി ഗണ്യമായി കുറച്ചത്. 2022 അവതരിപ്പിച്ച ഈ വിസ തൊഴിൽ അവകാശങ്ങളും കുടുംബ പുനരേകീകരണവുമുള്ള 10 വർഷത്തെ പുതുക്കാവുന്ന താമസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും പുതിയ മാറ്റം റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡിനെ പിന്തുണയ്ക്കുകയും ദീർഘകാല റെസിഡൻസി ബിസിനസ് ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ ആകർഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് പറഞ്ഞു. ബഹ്റിനിൽ 5 വർഷത്തെ സേവനമുള്ള പ്രതിമാസം കുറഞ്ഞത് 2000 ബഹ്റിൻ ദിനാർ വരുമാനം നേടുന്ന പ്രൊഫഷണലുകൾ, 2000 ബഹ്റിൻ ദിനാറിൽ കൂടുതൽ പെൻഷനുള്ള വിരമിച്ചവർ, 4000 ബഹ്റിൻ ദിനാറിൽ കൂടുതൽ പെൻഷനുള്ള നോൺ റെസിഡന്റ് വിരമിച്ചവർ, സംരംഭകർ, ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ, ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കോ സമൂഹത്തിനോ സംഭാവന നൽകുന്നവർ എന്നിവർക്കാണ് ഗോൾഡൻ റെസിഡൻസി വിസ ലഭ്യമാകുന്നത്. ഗോൾഡൻ വിസ ഉടമകൾക്ക് ആജീവനാന്ത താമസം, ജോലി ചെയ്യാനുള്ള സൗകര്യം, പരിധിയില്ലാത്ത പ്രവേശനം, പൂർണ്ണ ബിസിനസ് ഉടമസ്ഥാവകാശം, കുടുംബ സ്പോൺസർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും. അപേക്ഷകർ സാധുവായ പാസ്പോർട്ട്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ആരോഗ്യ ഇൻഷുറൻസ്, താമസ തെളിവ് എന്നിവ NPRA പോർട്ടൽ വഴി സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ മുതലെടുപ്പ് നടത്തി മറ്റു വിമാന കമ്പനികൾ. ഗൾഫിലേക്കുള്ള യാത്രകൾക്ക് ചെലവേറും. പ്രവാസി മലയാളികൾക്ക് കനത്ത തിരിച്ചടി. ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയത് ഗൾഫ് മേഖലയിലെ യാത്രക്കാരെ ഗുരുതരമായി ബാധിച്ചു. മറ്റു വിമാന കമ്പനികൾ ഡിമാൻഡ് വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടി ടിക്കറ്റ് നിരക്കുകൾ വലിയ വർധനവ് വരുത്തി. UAE അബുദാബി, ദുബായ്, റാസൽ ഖൈമ, ഫുജറ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നായി ആകെ 40 ഇൻഡിഗോ വിമാനങ്ങളാണ് ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. ഒട്ടേറെ സർവീസുകൾ വൈകിട്ടുണ്ട്. ഇതോടെ യാത്രക്കാർ മറ്റു വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഡിസംബറിലെ അവധിക്കാലം, ക്രിസ്മസ്, പുതുവത്സര സീസൺ എന്നിവ കാരണം UAE ഇന്ത്യൻ റൂട്ടുകളിൽ വിമാന ടിക്കറ്റ് നിരക്ക് നേരത്തെ തന്നെ കൂട്ടിയിരുന്നു. അതോടൊപ്പം ഇൻഡിഗോയിലെ പ്രതിസന്ധിയും യാത്രക്കാർക്ക് തിരിച്ചടിയായി. ആവശ്യത്തിന് മുൻകൂർ അറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയത് കാരണം യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വ്യോമയാന മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജീവനക്കാരുടെ കുറവും പുതിയ ക്രൂ നിയമങ്ങളുടെ മാറ്റവുമാണ് ഇൻഡിഗോയിലെ പ്രതിസന്ധിക്ക് കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ആവേശോജ്വലമായ തുടക്കം. ജനുവരി 11 വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള സന്ദർശകർ പങ്കെടുക്കും. 31ാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. 2026 ജനുവരി 11 വരെ നീണ്ടുനിൽക്കുന്ന ഈ ഫെസ്റ്റിവൽ പുത്തൻ ഷോപ്പിംഗ് അനുഭവം വാഗ്ദാനം ചെയ്യും. സംഗീത കച്ചേരികൾ, കുടുംബ പരിപാടികൾ, ശ്രദ്ധേയമായ ദൃശ്യപ്രദർശനങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഊർജ്ജസ്വലമായ ആദ്യ വാരാന്ത്യത്തോടെയാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിച്ചത്. സംഗീതവും വെടിക്കെട്ട് മുതൽ വൻ പരിപാടികളാണ് അരങ്ങേറിയത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് പുത്തൻ DSF ഡ്രോണും പൈറോ ഷോയുമാണ്. 100 പൈറോ ഡ്രോണുകൾ ഉൾപ്പെടെ 1000-ലധികം ഡ്രോണുകൾ 2 രാത്രികളിലായി നഗരത്തിന് മുകളിലൂടെ പറക്കും. DSF നെറ്റ്സിനുള്ള ടിക്കറ്റുകൾ ലഭ്യമാണ്. 50 ദിർഹം മുതലാണ് പ്രാരംഭ വില. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ടായിരിക്കും. ആദ്യ ദിവസം മുതൽ ഷോപ്പർമാർക്ക് DSF മെഗാ റാഫിളിൽ പങ്കെടുക്കാം. എല്ലാ ദിവസവും ഒരു പുതിയ നിസാൻ കാറും 1 ലക്ഷം ദിർഹവും നേടാനുള്ള അവസരവും ലഭിക്കും. ഫെസ്റ്റിവലിന്റെ അവസാന ദിവസം 4 ലക്ഷം ദിർഹത്തിന്റെ ഗ്രാൻഡ് സമ്മാനവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.